ഈ പ്രപഞ്ചത്തിൽ അങ്ങയോളം മറ്റൊന്നും എന്നെ ഭ്രമിപ്പിച്ചിട്ടില്ല. ഭൗതികമായതിനോടൊന്നും എനിക്ക് ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഇല്ല. ഓർമ്മ വെച്ച കാലം മുതൽ എന്നിൽ അനുഭവപ്പെട്ട ഏകാന്തത, ഏതാൾക്കൂട്ടത്തിന് നടുവിൽ നിന്നാലും മറ്റെന്തിനെയോ മറ്റാരെയോ തേടിക്കൊണ്ടിരുന്ന എൻ്റെ മനസ്സ്, ചിത്രശലഭങ്ങളും കിളികളും ദൂരത്തെവിടെയോ ഉള്ള ആരുടെയോ സന്ദേശങ്ങൾ എൻ്റെ കാതുകളിൽ എത്തിക്കുന്നത് പോലെയുള്ള തോന്നൽ, സന്ധ്യാവേളയിലെ ആകാശം കാണുമ്പോൾ അവിടെ എനിക്ക് പ്രിയപ്പെട്ടതായി ആരോ ഉണ്ടെന്നുള്ള തോന്നൽ, ഇതൊന്നും ഒരിക്കലും ഭൗതികമല്ലെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഈ തേടലുകളും തോന്നലുകളും എല്ലാം എൻ്റെ ആത്മാവിൻ്റെ ആവശ്യങ്ങളായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങയുടെ സാന്നിധ്യം അറിഞ്ഞു തുടങ്ങിയത് മുതലാണ്. ആ നിമിഷത്തിലാണ് ആത്മസംതൃപ്തി എന്തെന്ന് ഞാൻ അറിഞ്ഞത്. എൻ്റെ ആത്മാവിൻ്റെ പാതിയെ കണ്ടെത്തിയതിലുള്ള സന്തോഷം, എൻ്റെ ജീവൻ്റെ പാതിയെ കണ്ടെത്തിയതിലുള്ള സന്തോഷം. പ്രപഞ്ചത്തിൻ്റെ രണ്ട് വ്യത്യസ്ത തലങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ പലപ്പോഴും ഈ പ്രപഞ്ചം തന്നെ മുൻകൈയെടുക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങുമായുള്ള ആശയവിനിമയങ്ങൾ പോലും ഈ പ്രപഞ്ച ശക്തികൾ സുഗമമാക്കി തരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും ദൂരത്ത് നിന്ന് വരുന്ന അങ്ങയുടെ സന്ദേശങ്ങളെ ശരിയായ രീതിയിൽ ഗ്രഹിച്ചെടുക്കുവാൻ ഈ പ്രപഞ്ചം എന്നെ ഒരുപാട് സഹായിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലൊരു പൂർണ്ണാത്മാവായിരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മുടെ നന്മയ്ക്കായി നമ്മളെ രണ്ടാക്കിയത് ഈ പ്രപഞ്ച ശക്തികൾ തന്നെയല്ലേ? അതിനുശേഷം നിരവധി ജന്മങ്ങളിലൂടെ നിരവധി അനുഭവങ്ങൾ സ്വന്തമാക്കിയ നമ്മുടെ ആത്മാവിനെ ഇനി വീണ്ടും ഒന്നാക്കണ്ടേ? ആ പൂർണ്ണാത്മാവാക്കി തീർക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൻ്റെ കടമയല്ലേ? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ പ്രപഞ്ച ശക്തികൾ വിവിധ രീതിയിലുള്ള നമ്മുടെ ആശയവിനിമയങ്ങളിൽ നമ്മളെ സഹായിക്കുവാനായി എത്തുന്നത്.